ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു നേഴ്സ് വീട്ടിലേക്ക് വരികയാണോ ചെയ്യുന്നത്. അതിനുശേഷം ശരത്തിനോടും മാരുതിയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ റെസ്പെക്റ്റ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തന്നെയാണ് വന്നത്. ആ ലെവലിൽ എന്നെ കണ്ടാൽ മതി, അല്ലാതെ ഒരു നോട്ടത്തിൽ പോലും വേറെ രീതിയിൽ എന്നെ തോന്നിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം അകത്തേക്ക് കയറി പോണ അവൾ കാണുന്നത് ശിവയാണ് കേട്ടോ. വന്നോ, ആരതി വന്നോ എന്ന രീതിയിൽ ചോദിക്കുന്നു. അതിനുശേഷം തന്നെ എന്തായാലും ശിവ ഒറ്റയ്ക്കാണോ, അഭിയും മഞ്ജു എവിടെ? അഭിയാണെങ്കിൽ കോടതിയിൽ പോയിരിക്കുകയാണ്. അഞ്ജുവിനാണെങ്കിലോ വർഷ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ലേ ജോലി, അതിപ്പോൾ അഞ്ജുവിനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വർഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ ജോലി എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അഞ്ജുവിൻ്റെ ജോലി താൽക്കാലികമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവൾ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. എന്തായാലും വർഷ എണീക്കുന്നത് വരെ അഞ്ജുവിന് ആ ജോലിയിലേക്ക് പോവാലോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അത് ശരിയാണല്ലോ, എന്നാൽ ഞാനൊന്ന് ശിവ പറയുന്നുണ്ട്, ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ശിവ ഇത്രയും നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, എന്തായാലും പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നു. പതുക്കെ വന്നാൽ മതി. എന്നാൽ ചേച്ചിയെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. പച്ചക്കറി അരിയാനോ ഫുഡ് ഉണ്ടാക്കാനോ. ചേച്ചി എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയല്ലേ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് എന്നാൽ പതുക്കെ വന്നാൽ മതി പറഞ്ഞിട്ട് ശിവയെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം ക്യാമറ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ഫിറ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം ഇവരുടെ ഉദ്ദേശം വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും അഞ്ജുവിനെ കാണിക്കുന്നത്. അഞ്ജുവും വിവേകും കൂടി ആ ഒരു ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ടാണെങ്കിലോ ആ ഒരു പാക്കറ്റ് ഒരാൾക്ക് കൊടുക്കുകയും വേണം, ആരതി തന്നിട്ടുള്ള. അതിനുശേഷം തന്നെ അഞ്ജുവും നമ്മുടെ വിവേകും കൂടി ഒത്തിരി നേരം സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോണ സമയത്ത് തന്നെയാണ് വേറൊരു കാര്യം അവിടെ സംഭവിക്കുന്നത്. മറ്റൊന്നല്ല, അവിടെ കുറച്ച് പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഏതോ ഒരു വണ്ടിയിൽ മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്നുള്ള ഇൻഫോർമേഷനോട് കൂടി തന്നെയാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെയാണെന്ന് കാര്യം പറയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ പാക്കറ്റ് അവിടെ വെക്കാനായിട്ട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എസ് ഐ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നു കേട്ടോ. കാറ് പരിശോധിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, അഞ്ജുവിൻ്റെ ബാഗ് പരിശോധിച്ചപ്പോഴും പ്രശ്നമൊന്നുമില്ല, പക്ഷേ പാക്കറ്റ് പരിശോധിച്ചിട്ടില്ല. ആ പാക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു കേട്ടോ. ആ സമയത്താണ് വിവേക് കാണുന്നത് തൻ്റെ ആദ്യകാല ഫ്രണ്ടായിട്ടുള്ള രാകേഷാണ് അതെന്നുള്ളത്. പെട്ടെന്ന് രാകേഷ് എന്ന് വിളിക്കുമ്പോഴത്തേന് വിവേക് നീയോ, താൻ എപ്പോഴാണോ നാട്ടിലേക്ക് വന്നത് ചോദിക്കുന്നു. 2 ആഴ്ചയായി തന്നെ തപ്പിക്കൊണ്ട് നടക്കുന്നു. എടോ താൻ എന്താണോ എന്നെ വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ ആ പഴയ ഒരു സൗഹൃദം അവിടെ പുതുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജു ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും ഇതെൻ്റെ ഫ്രണ്ടാണ്. പിന്നെ വിവേക് നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. താൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഞാൻ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിവേകം പറയുന്നുണ്ട്. എന്തായാലും ആൻറ്റി മംഗളൊക്കെ എന്ത് ചെയ്യുന്നു? അവർ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങൾ പൊയ്ക്കോ. ആ പാക്കറ്റ് അഞ്ജുവിന് തിരിച്ചു കൊടുത്തിട്ട് വിട്ടയക്കുന്നു കേട്ടോ. ഒരു ജസ്റ്റ് മിസ്സിങ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ ആ സംഭവം കയ്യിൽ നിന്ന് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ചതി അറിഞ്ഞ് തുടങ്ങുമായിരുന്നു. അതിനുശേഷം തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിലോ അഞ്ജു നമ്മുടെ ശിവയാണെങ്കിലോ ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ സമയം തന്നെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ആ ക്യാമറയിൽ അവളുടെ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. പക്ഷേ അവിടെ ക്യാമറ വെച്ചിട്ടുള്ള സൈഡ് ശരിയല്ല, നേരെയല്ല എന്ന് പറഞ്ഞിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ക്ലിപ്പും അവർക്ക് കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം അഭി വരുന്നുണ്ട്. അഭി ചോദിക്കുന്നുണ്ട്, വന്നോ നീ എന്ന് ചോദിക്കുന്നു. ശിവ എവിടെ? ശിവ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. അതെ, ഇത്രയും സമയമായിട്ട് ശിവയുടെ കുളിക്കൽ കഴിഞ്ഞില്ലേ എന്ന് പറയുന്നു. കുറച്ച് സമയമായിട്ട് ശിവ കയറിയത്, ഇപ്പം ഇറങ്ങുമായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നു. അഭി പൊയ്ക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞയച്ച് വിടുകയാണ്. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് നമ്മുടെ വിവേകിനെയാണ്, അതുപോലെ അഞ്ജുവിനെയും. സാറിന് എങ്ങനെ വിവേകിന് പരിചയം എന്ന് ചോദിക്കുന്നു. +2 വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ അവനാണെങ്കിലോ വേറെ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോയി. ഞാനാണെങ്കിൽ ഇവിടുന്ന് പോവുകയും ചെയ്തില്ലേ. അപ്പോൾ കുറച്ച് ഡിലേ ആയി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ. ഇപ്പോൾ ശരിയായി എന്ന് പറയുന്നു. എപ്പോഴും അവൾ കോൺടാക്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ അവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു. അവൻ്റെ എല്ലാ കുരുത്തക്കേടിനും എൻ്റെ എല്ലാ കുരുത്തക്കേടിനും അവനും ഞാനും കൂടി ഒരുമിച്ച് തന്നെയാണ് നിന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഞ്ജുവിന്. അതിനുശേഷം തന്നെ വീണ്ടും അഞ്ജു അതുപോലെ തന്നെ വിവേക് കൂടി വർഷയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വർഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്
മാറ്റം ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ വലിയ രീതിക്കൊന്നും ഇല്ലല്ലോ. ഉണ്ടാവും വിവേക്. അതോ ഇനി കാത്തിരിപ്പ് മാത്രമായിരിക്കും അഞ്ജു എന്ന് ചോദിക്കുമ്പോഴത്തേനും ഒരിക്കലും ഇല്ല വിവേക്. എന്തായാലും നമ്മുടെ വർഷ എന്തായാലും തിരിച്ചു വരുന്ന ഉറപ്പാണ്. വിവേകിനെ അറിയോ, അവൾ എത്ര സ്മാർട്ടായിരുന്നു. അവൾക്ക് വിഷമം വരുമ്പോൾ അവൾ തളർന്നു പോവുമായിരുന്നു. പക്ഷെ അതിലും ശക്തിയായിട്ട് അവൾ തിരിച്ചു വരാറില്ലേ. ഇപ്പോൾ ഒന്ന് തളർന്നു കിടക്കുകയല്ലേ അവൾ ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന രീതിയിൽ പറയുന്നു. അഞ്ജു നടക്കും. അഞ്ജു പിന്നെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജുവിൻ്റെ വിശേഷം എന്തായി? രാഹുലിനെ കുറിച്ചുള്ള എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ? ഇല്ല, ഒന്നും അറിയില്ല. പല നമ്പറിൽ നിന്ന് കോൾ വരുമ്പോഴത്തേനും അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ കോൾ വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് രാഹുലായിരിക്കണമെന്ന്. പക്ഷെ പ്രതീക്ഷയോടുകൂടി എടുക്കുമ്പോൾ നിരാശയായിരിക്കും എനിക്ക് ഫലം. എന്തായാലും രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം ആ സത്യം എല്ലാവരും മനസ്സിലാക്കും. അന്ന് രാഹുലിന് പുറത്ത് വന്ന് ജീവിക്കാലോ. ഒരു കുഴപ്പമില്ലാതെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരുന്നാൽ മാത്രം മതി എനിക്കെന്ന് പറയുന്നു. വിവേക്, എനിക്ക് ഇവിടെ ഒരു ഡെലിവറി കൊടുക്കാനുണ്ട്. വിവേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് വരാം. ഇല്ലടോ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പോയിട്ട് വാ. അല്ല, വിവേകിന് നേരം വൈകില്ല. ഇല്ല, പിന്നെ പതുക്കെ പോണേ. ഒരാൾ ഇപ്പോൾ കിടക്കുന്നത് കണ്ടില്ലേ, ആ ഒരവസ്ഥയിൽ താനും വരരുത്, ചെല്ലെന്ന് പറയുന്നു. അങ്ങനെ ഒരു വീട്ടിനകത്ത് പോയിട്ട് ഒരാൾക്ക് നമ്മുടെ ഓർഡർ കൊടുക്കുന്നതിന് ശേഷം തന്നെ 40,000 രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിവേകിനോട് ഈ 40,000 ഒക്കെ ഒരു ഡിസൈന് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് അഞ്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വിവേക് ഇത്ര പൈസയൊക്കെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ കിട്ടുമോ ചോദിക്കുന്നുണ്ട്. പിന്നെ കൺമണിയെ കൊണ്ട് നമ്മുടെ വർഷയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചില്ലേ, അത് 50,000 രൂപയൊക്കെ ആയി എന്നല്ലേ അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെ കിട്ടുമോ, ഇത് നല്ലൊരു വരുമാനമാണല്ലോ എന്ന രീതിയിൽ അഞ്ച് പറയുന്നുണ്ട്. എനിക്കും പഠിക്കണം. അത് പഠിക്കാമല്ലോ. എന്നാൽ തൻ്റെ ഡ്രസ്സെങ്കിലും തനിക്ക് ഡിസൈൻ ചെയ്യാമല്ലോ. അത് സത്യം തന്നെയാണ് വിവേക് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നമുക്ക് പോയാലോ. അങ്ങനെ പോവാട്ടെ വീണ്ടും. അതിനുശേഷം തന്നെ പിന്നീട് ഓഫീസിൽ, അതായത് ഫുഡ് ഈസി കമ്പനിയിൽ എത്തുന്നു. ആ സമയത്ത് ശരി വിവേക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ചു അങ്ങനെ പോകുന്നു. പെട്ടെന്ന് വിവേകിനാണെങ്കിൽ വർഷയെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ വരുന്നുണ്ട്. വർഷയെക്കുറിച്ച് കാണാനും ഡെലിവറി ഒരു ഓർഡർ കൊടുത്തിട്ട് അത് എടുക്കാൻ വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് രാഘവൻ വരുന്നുണ്ട് കേട്ടോ. എടാ കസ്തൂരി മഞ്ഞൾ എങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുന്നു. എന്താടോ ഇതാരോ ഈ പെണ്ണ്, പിന്നെ എൻ്റെ മകളവിടെ കിടത്തിയിട്ട് നീ വേറെ പെണ്ണുങ്ങളോട് ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലേ. എടോ താൻ എന്താണോ പറയുന്നത്? നീ തൻ്റെ മകൾ തന്നെയല്ലേ അത്. അവളിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാളോട് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത്. നീ നോക്കിക്കോ, എൻ്റെ മരുമകൻ വരട്ടെ, അവനെ കൊണ്ട് എൻ്റെ മകളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കുമെന്ന് പറയുന്നു. നിങ്ങളെ മരുമകൻ എവിടെ, വെള്ളമടിച്ച് കിടക്കുകയാണോ ചോദിക്കുന്നത്. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അവൻ തിരിച്ചു വന്നാൽ അവനെ കൊണ്ട് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയും. ശ്രീനാഥിനെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ മരുമകനെ കൊണ്ട് എൻ്റെ വർഷം ഞാൻ കല്യാണം കഴിപ്പിക്കില്ല, അവൾക്ക് എനിക്ക് സ്വന്തമാണ്, ഒരുത്തനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. മര്യാദയ്ക്ക് കയറി പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് രാഘവനെ ആട്ടിവിടുന്നു. നേരെ വിവേക് പോകുന്നത് ഡോക്ടർ റോബിനെ കാണാനാണ് കേട്ടോ. അതായത് വർഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഡോക്ടർ ഒരു മാറ്റവും ഇല്ലല്ലോ, ചികിത്സ തുടങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, 21 ദിവസം കഴിയട്ടെ, പിന്നെ ഇങ്ങനത്തെ പേഷ്യൻസിൽ പതുക്കെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും തീർച്ചയായും വർഷ എഴുന്നേറ്റ് വരും, അവൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പറയുന്നു. ഡോക്ടർ എനിക്കിപ്പോൾ ദൈവത്തെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. വിവേകൊന്നും അറിഞ്ഞിട്ടില്ല പാവം. അതിനുശേഷം ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പെട്ടെന്ന് ആ റോബിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്രൂരമായിട്ടുള്ളൊരു മുഖമാണ്. കാരണം ഇതൊന്നും നടക്കില്ല, വർഷം എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തന്നെ പോകുന്നുള്ള രീതിയിലാണ് കേട്ടോ റോബിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും നമ്മുടെ വർഷയും അതുപോലെ തന്നെ കാണിക്കുന്നത് അഞ്ജുനെയൊക്കെ കേട്ടോ, അല്ല ശിവയും ഒക്കെയാണ്. അപ്പോൾ ആ നേഴ്സ് വീണ്ടും ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ എന്ന് ബാത്റൂമിൽ, ആ ക്യാമറ കറക്റ്റ് അല്ലല്ലോ, അങ്ങനെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ക്യാമറ വേറെ ആംഗിളിൽ ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇനി മിസ്സാവില്ല. പക്ഷേ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ. പക്ഷെ പ്രതികരിക്കാൻ മാത്രം അവൾക്ക് സാധിക്കുന്നില്ല. പക്ഷേ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് വർഷ ജീവിതത്തിൽ തിരിച്ചു വരും. തൻ്റെ ഫ്രണ്ട്സിനെങ്കിലും അവൾ രക്ഷിക്കാൻ നോക്കും. കാരണം അവരുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും വർഷയ്ക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചതി അവൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും വർഷം എത്രയും പെട്ടെന്ന് വരട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.